സമയം രാവിലെ 10 മണി. ജെനിഫറും ജോണും കോഫി ഹൗസിലേക്ക് പോകാനായി ഇറങ്ങി. രണ്ടാളും പരസ്പരം ഒന്നും മിണ്ടിയില്ല. കോഫി ഹൗസിൻ്റെ അകത്തേക്ക് കയറി അവർ ചുറ്റും വീക്ഷിച്ചു. ജോൺ, ബോസ് എവിടെ വരുമെന്നാ പറഞ്ഞത്? മൗനത്തെ ഭേദിച്ചുകൊണ്ട് ജെനിഫർ തിരക്കി. സ്ഥലം ഇത് തന്നെ, എനിക്ക് ലൊക്കേഷൻ അദ്ദേഹം സെൻഡ് ചെയ്തു. ആളെ കാണാനില്ലല്ലോ. പെട്ടെന്ന് ജോണിൻ്റെ ഫോണിൽ ഒരു കോൾ വന്നു. ഹലോ ജോൺ, കോഫി ഹൗസിൻ്റെ 2nd ഫ്ലോറിൽ റെഡ് ഷർട്ടും ബ്ലാക്ക് ജീനും ഇട്ട് കൂളിംഗ് ഗ്ലാസും ഒരു ക്യാപ്പും വെച്ച് ഞാൻ ഇരിപ്പുണ്ടാവും. ഓക്കെ. ജോണും ജെനിഫറും എസ്കലേറ്റർ വഴി മുകളിലേക്ക് എത്തി. ജെനിഫർ ചുറ്റും നോക്കിയതും ദൂരെ ഇതേ വസ്ത്രം ധരിച്ച ഒരാൾ തങ്ങൾ നിൽക്കുന്നതിൻ്റെ അങ്ങേ തലക്കിൽ ഇരിക്കുന്നുണ്ട്. ജോൺ, ഐ തിങ്ക് അതായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ. ജോണും അത് ശരിവെച്ചു. രണ്ടാളും അയാൾക്കടുത്തേക്ക് നടന്നു. ബോസ്, ഒരു സംശയത്തോടെ ജോൺ ചോദിച്ചതും യെസ് ഐ ആം. അയാൾ തലയുയർത്തി നോക്കിയതും ജോണും ജെനിഫറും ഞെട്ടി. ആർദ്ര ദീക്ഷിത്, രണ്ടാളും ഒരേ സ്വരത്തിൽ പറഞ്ഞു. വൈശാലി കഴിഞ്ഞ ദിവസം രാത്രി നടന്നത് വീണ്ടും ഓർമ്മിച്ചെടുത്തു. അവനെ ചുറ്റും നോക്കി. അവൾ തിരിഞ്ഞതും അവളുടെ തോളിൽ ആരുടെയോ നിശ്വാസം പതിഞ്ഞു. ഒരു നിമിഷം കഴിഞ്ഞതൊക്കെയും അവളുടെ മുന്നിലൂടെ കടന്നുപോയി. ആദിയുടെയും അവളുടെയും പ്രണയവും പിണക്കവും കുസൃതിയും ഒക്കെ. ആദിയേട്ടൻ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിൽ ഇന്നും തന്നോടുള്ള പ്രണയം അവൾക്ക് കാണാൻ കഴിഞ്ഞു. ഇത്ര നാൾ നീ എവിടെയായിരുന്നു വൈശാലി? നിനക്കറിയില്ലേ നീ ഇല്ലെങ്കിൽ ഞാനില്ലെന്ന്? അവൾ അവനൊരു ഉത്തരം നൽകാൻ കഴിയാതെ ഉഴറി. പറ വൈശു, എനിക്ക് പോണോ ആദ്യേട്ടാ? അവൾ അവനെ പിന്തള്ളി മുന്നിലേക്ക് നടന്നതും ആദ്യം അവളുടെ കയ്യിൽ പിടുത്തമിട്ട് തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചു. അവൻ്റെ വിരിഞ്ഞ മാറിൽ തൻ്റെ തല ചായ്ക്കാൻ അവളുടെ ഉള്ളം തുടി കൊട്ടി. എന്നാൽ അടുത്ത നിമിഷം തനിക്ക് ഒരിക്കലും ഇനിയൊരു ജീവിതമില്ലെന്ന് തിരിച്ചറിയുകയായിരുന്നു വൈശാലി. ആദ്യം അവളുടെ അരയിൽ ചുറ്റിപ്പിടിച്ചു. പിന്നെ കൊച്ചുകുട്ടികളെ പോലെ അവളുടെ മാറിൽ തല ചായ്ച്ചു. ഇത്രയും കാലം നിനക്ക് വേണ്ടിയായിരുന്നു വൈശാലി ഈ നാടകം. നിന്നെ കണ്ടെത്താൻ ഡാഡിക്ക് കഴിയാതെ വന്നപ്പോഴേ ഞാൻ കരുതി നീ മനഃപൂർവ്വം മറഞ്ഞു നിൽക്കുന്നതാണെന്ന്. പിന്നെ നടന്നത് മുഴുവൻ ഞാനും പപ്പയും തമ്മിലുള്ള ഒരു ഒത്തുകളിയായിരുന്നു. ഈ 2 വർഷക്കാലമായി നിനക്ക് വേണ്ടി ഞാൻ അലയാത്ത സ്ഥലങ്ങളില്ല. എനിക്കിനിയൊരു ജീവിതം ഇല്ലെന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കാനുള്ള മറ്റൊരു കാരണം അവനാണ്, ദേവനാരായണ അയ്യർ. പിന്നെ അവൻ, ആ വിശ്വത്തിൻ്റെ പേര് കേട്ടതും വൈശാലിയുടെ മനസ്സിൽ അന്നത്തെ ആ നശിച്ച ദിവസം ഓർമ്മ വന്നു. അവൾ കണ്ണുകൾ മുറുകെ അടച്ചു. എന്നാൽ ആദ്യം ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ അവൻ്റെ പിന്നാലെയായിരുന്നു, ആ വിശ്വത്തിൻ്റെ പിന്നാലെ. പെട്ടെന്നാണ് എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് മറ്റാരും അവനെ കൊണ്ടുപോയത് അറിയുന്നത്. അവനെ അന്വേഷിച്ച് വന്നപ്പോൾ എനിക്ക് തിരികെ കിട്ടിയത് എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ നിന്നെയാണ്. അവനെ നീ വഴിയരികിൽ ഉപേക്ഷിക്കുമ്പോൾ അവനിൽ ജീവൻ അവശേഷിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൾ കഴിഞ്ഞത് ഓർത്തെടുത്തു. അന്ന് ഇച്ചായൻ ന്യൂസ് വായിച്ചപ്പോൾ താനും അത് ശ്രദ്ധിച്ചു. അവൻ്റെ ശരീരത്തിലെ ഒരു അവയവം പോലും എടുത്തിരുന്നില്ല. പോരാത്തതിന് അയാളെ കഴുകനോ ആക്രമിച്ചിരിക്കുന്നു. നീ ഓർക്കുന്നത് ശരിയാണ്. അവനെ ഇഞ്ചിഞ്ചായി കൊന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ പെണ്ണിനെ തൊട്ട് അവനെ ഞാൻ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആദിയുടെ മിഴികൾ വന്യമായി തിളങ്ങി. ഇനി അവൻ, ദേവനാരായണ അയ്യർ. ആദ്യം അവളെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി പറഞ്ഞു. വൈശാലി ഒന്നും നോക്കാതെ പുറത്തേക്കിറങ്ങി. അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല അവനെ നോക്കാൻ. അവളുടെ തലയ്ക്ക് മുകളിൽ അപമാനഭാരം ഏറി വരുന്നതായി അവൾക്ക് തോന്നി. ആദി, റാം പിന്നിൽ നിന്ന് വിളിച്ചതും ആദി ഞെട്ടി. ഡാഡി എപ്പോഴാണ് വന്നത്? വൈശാലി വന്നല്ലേ? ആദി ഒന്ന് മൂളി. എനിക്കറിയാമായിരുന്നു ആദി അവൾ തിരികെ വരുമെന്ന്. ഇനി നിന്റെ പണി തുടങ്ങിക്കോ. അവനെ വെറുതെ വിടാൻ പാടില്ല. ഇത്രയും കാലം നീ ഒരാൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അടങ്ങിയത്. ഇനി വേണ്ട. കഴിഞ്ഞ ദിവസം അത്രയും ഞാൻ അവൻ്റെ പിന്നാലെയായിരുന്നു. ദാ അവൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഇതിലുണ്ട്. റാം അവന് നേരെ ഒരു ഫയൽ നീട്ടി. ആദ്യം അത് വാങ്ങി അതിലേക്ക് കണ്ണോടിച്ചു. ഇനി തുടങ്ങാം അല്ലേ ഡാഡി? ഏറിയാൽ 2 നാൾ, അത്രമാത്രം. നീ ഇവിടെ നിന്ന് ഇറങ്ങാൻ സമയമായി ആദി. ഒരു നിമിഷം ഇനി കളയാനില്ല. റാം പറഞ്ഞതിനോട് ആദ്യം യോജിച്ചു. ആരോ വീടിൻ്റെ ഉമ്മറത്ത് വന്നതറിഞ്ഞതും സീത വേഗം അടുക്കളയിൽ നിന്നും പുറത്തേക്കിറങ്ങി. എന്നാൽ ആരെയും കാണാത്തത് കൊണ്ട് അവൾ അകത്തേക്ക് കയറി. പെട്ടെന്ന് മുകളിലത്തെ നിലയിൽ നിന്നും എന്തോ ശബ്ദം ഉയർന്നു കേൾക്കാനായി തുടങ്ങി. ഭയം മനസ്സിനെ പിടികൂടിയെങ്കിലും അത് കാര്യമാക്കാതെ അവൾ മുകളിലെ നിലയിലേക്കുള്ള പടികൾ കയറി. ആദിയുടെ മുറിയിൽ നിന്നുമാണ് ശബ്ദം എന്ന് മനസ്സിലാക്കിയതും അവൾ പതിയെ വാതിൽ തുറന്നു. അകത്ത് നടക്കുന്ന കാഴ്ച കണ്ടതും അവൾക്കൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആദി! അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പിന്നിലേക്ക് മറിഞ്ഞു. പെട്ടെന്ന് ആരോ അവളെ താങ്ങി നിർത്തി. നോക്കിയതും റാം. അവൾ നിറഞ്ഞ മിഴിയോടെ ആദിക്ക് നേരെ വിരൽ ചൂണ്ടി. വന്നു, എൻ്റെ കുഞ്ഞൻ വന്നു റാം. അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു.
ആദിയുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് തുരുതുരെ മുത്തങ്ങൾ കൊടുത്തു. അവൻ്റെ മുടിയിഴകളിലൂടെ അവൾ വിരലോടിച്ചു. എൻ്റെ ഈശ്വര, എൻ്റെ കുഞ്ഞിനെ നേരെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ, മതി എനിക്ക്, അത്രമാത്രം മതി. അവൾ അവൻ്റെ നെഞ്ചിൽ തലചായ്ച്ചു. എവിടേക്ക് ഇനി പോകരുത്, എൻ്റെ കുഞ്ഞിന് അമ്മയെ വിട്ട് എങ്ങും പോകരുത്. അവൾ ഇടയ്ക്കൊക്കെ പദം പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. പോകണം അമ്മ, ഇനിയൊരു 3 ദിവസം കൂടി മാത്രം. ഇത്രയും കൂടി എൻ്റെ അമ്മ കാത്തിരുന്നാൽ മതി. ഇല്ലെന്ന് പറഞ്ഞില്ലേ? സീത അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. സീത, നീ അവനെ വിട്ടേക്ക്. അവൻ്റെ ഭാഗത്താണ് ന്യായം. എൻ്റെ മോനൊപ്പം ഞാൻ കാണും. ആദി, അപ്പോൾ നീ വേണ്ടതൊക്കെ കയ്യിലെടുത്തോ. നിനക്ക് പോകുവാനുള്ള കാർ ഇപ്പോൾ എത്തും. ആദ്യം അവൻ്റെ പിസ്റ്റലും ബുള്ളറ്റും ഒരു ബാഗിൽ കയറ്റി. തൽക്കാലം വേണ്ട വസ്ത്രങ്ങളും മറ്റും എടുത്തു വെച്ചു. പിന്നെ അവൻ്റെ വൈശാലിയുടെ ഒരു സാരിയും. അവൻ മറ്റെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ബോസ്, ജോണും ജെനിയും വന്ന് വിളിച്ചതും അവൻ അവരിലേക്ക് നോട്ടം തെറ്റിച്ചു. വരുന്നു, നിങ്ങൾ കാറിൽ കയറിക്കോ. അവൻ തൻ്റെ തിങ്സൊക്കെ പാക്ക് ചെയ്ത് കയ്യിലെടുത്തു. ഇതെല്ലാം കണ്ണുമ്മ ചിമ്മാതെ സീത നോക്കി നിന്നു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ കൈകളിൽ പിടിച്ചു. മമ്മയുടെ ആദ്യം ഇപ്പോൾ വാക്ക് തരുന്നു. 3 ദിവസത്തിനുള്ളിൽ ഞാൻ തിരികെ വരും. കൂടെ മമ്മയുടെ മോളും കാണും. വൈശാലി, സീത ഞെട്ടലോടെ അവനോട് ചോദിച്ചു. അവൻ അതിന് മറുപടി നൽകാതെ അവളുടെ മൂർധാവിൽ ചുണ്ടുകൾ ചേർത്തു. ഡാഡി, ഒന്നും അമ്മ അറിയണ്ട. നീ അതൊന്നും ആലോചിക്കേണ്ട. ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഒന്ന് മാത്രം ഓർത്താൽ മതി, അവൻ ജീവനോടെ കാണരുത്. റാം കണ്ണുകൾ ചുവപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആദ്യ കാറിലേക്ക് കയറി. കാർ ഓടിച്ചിരുന്നത് ജോൺ ആയിരുന്നു. ഫ്രണ്ട് സീറ്റിൽ ജെന്നിയും. ആദിയുടെ ഫോണിൽ ആരോ വിളിച്ചു. ആ, ഓക്കെ, താങ്ക്സ് ഡാ. ആദ്യ ചുണ്ടിൽ പുഞ്ചിരി ഒളിപ്പിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. ദേ ചായ, നിന്ന് കാല് കടച്ചു. ഇതാരാ വരുമെന്ന് പറഞ്ഞത്? കുറച്ചുകൂടെ സമയം വെയിറ്റ് ചെയ്യ് കൊച്ചേ. അവളുടെ നാസിക തുമ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അലക്സി പറഞ്ഞു. വൈശാലി, നീ ദേവനാരായണ അയ്യരെ കണ്ടിട്ടുണ്ടോ? ആ പേര് കേട്ടതും അവളുടെ അതരം വിറകൊണ്ടു. ഇല്ല, ഒരു മിന്നായം പോലെ മാത്രം അവനെ കാണാൻ കഴിഞ്ഞു. മുഖം ഓർക്കാൻ കഴിയുന്നില്ല. പക്ഷെ വിശ്വം, അവനെ ഞാൻ മറക്കില്ല, അനിരുദ്ധിനെയും. അവൾ കണ്ണുകൾ പൂട്ടി പല്ലുകൾ ഇറുമിക്കൊണ്ട് പറഞ്ഞു. എങ്കിൽ നീ അവനെ കാണും, ഏറിയാൽ 2 നാൾ. പോയച്ചും വാ കൊച്ചേ. അത് പറഞ്ഞത് ഒരു കാർ വന്ന് നിന്നു. അപ്പോഴേക്കും അതിൻ്റെ ഡോർ ആരോ തുറന്നതും അലക്സി അവളെ കാറിൻ്റെ ഉള്ളിലേക്ക് തള്ളി. ഇച്ഛായ! അവളുടെ വിളി പാതി വഴിയിൽ മുറിഞ്ഞുപോയി. ഗുഡ് ലക്ക് മൈ ഏഞ്ചൽ, അവൻ കണ്ണുകൾ ചിമ്മിക്കൊണ്ട് പറഞ്ഞു.